ശബരിമലയെ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ദേവസ്വം ബോർഡ് ആരംഭിച്ചതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ. ഇതിന്റെ ഭാഗമായി ജനുവരി ആദ്യവാരം ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരെ ഉൾപ്പെടുത്തി പമ്പാ സംഗമം സംഘടിപ്പിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. ദിനംപ്രതി ലോകപ്രശസ്തിയേറിക്കൊണ്ടിരിക്കുന്ന കാനനക്ഷേത്രമാണ് ശബരിമല. അതുകൊണ്ട് തന്നെ ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്തേണ്ടത് ദേവസ്വം ബോർഡിൻ്റെ കടമയാണ്. ഇതിൻ്റെ ഭാഗമായാണ് ശബരിമലയിലേക്ക് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ ആന്ധ്ര, കർണാടക, തമിഴ്നാട്, തെലങ്കാന സംസ്ഥാനങ്ങൾക്ക് നിലയ്ക്കലിൽ 5 ഏക്കർ വീതം ഭൂമി നൽകാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം ദേവസ്വം ബോർഡിന് തന്നെയായിരിക്കും. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഭൂമി നൽകുന്നതിന് പകരമായി ഭൂമി നൽകുന്ന സംസ്ഥാനങ്ങളിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ദേവസ്വം ബോർഡിന് പകരം സ്ഥലം നൽകണം. നമ്മുടെ ധാരാളം ഭക്തർ മൂകാംബികയിൽ പോകുന്നുണ്ട്. ധാരാളം ആൾക്കാർ മൂകാംബികയിലെത്തി താമസ സൗകര്യവും ഭക്ഷണ കാര്യങ്ങളിലുമൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. കർണാടക സംസ്ഥാനത്തിന് നമ്മൾ സ്ഥലം കൊടുക്കുമ്പോൾ സ്ഥലത്തിൻ്റെ സമാന മൂല്യതയിൽ, സമാന വ്യവസ്ഥയിൽ മൂകാംബികയ്ക്ക് സമീപം നമുക്ക് സ്ഥലം കിട്ടണം. തമിഴ്നാടിന് സ്ഥലം കൊടുക്കുമ്പോൾ പളനിക്ക്, രാമേശ്വരത്തിന്, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് സ്ഥലം ലഭിക്കണം. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ വിട്ടുകിട്ടുന്ന ഭൂമിയിൽ കേരളത്തിൽ നിന്നെത്തുന്ന തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ദേവസ്വം ബോർഡ് ഒരുക്കും. ഇക്കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിനായി വരുന്ന ജനുവരിയിൽ 4 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും ദേവസ്വം മന്ത്രിമാരെയും ക്ഷണിച്ച് പമ്പാ സംഗമം നടത്തുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. റിപ്പോർട്ടർ സന്നിധാനം.